പിന്നെ അങ്ങനെ വേറൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം കുറെ ലേറ്റ് ആയിട്ടല്ലേ, ഞാൻ കുറച്ച് നേരത്തെ ആയിട്ട് ഞാൻ കുറെ ശ്രമിച്ചു. അതുകൊണ്ട് അപ്പോൾ നമ്മൾ പിന്നെയും ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ട് മനസ്സിലാക്കുമെങ്കിൽ ചിലപ്പോൾ പുറകിലായിട്ട് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടായിരിക്കും സ്റ്റാർബക്സ് എന്ന്. സ്റ്റാർബക്സിന്റെ ഫുൾ മെനു കഴിച്ചാൽ നിങ്ങൾക്ക് ഞാൻ 10,000 രൂപ വരും. നിങ്ങൾ ആ ഫുൾ മെനു കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് 10,000 കൂടുതൽ ചിലവാകും, അത് വേറെ കാര്യം. അതാണ് ഞാൻ 10,000 തരും. പകുതിയാണ് കഴിക്കുന്നെങ്കിൽ 5,000. കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്കല്ല, ഇപ്രാവശ്യം ഞാൻ 2,000 രൂപ സ്റ്റാർട്ടിങ് മേടിച്ചിട്ട് നിങ്ങൾക്ക് തരത്തുള്ളൂ. പക്ഷേ 2,000 രൂപ എനിക്ക് തരണം, എന്നാലേ ഞാൻ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചില്ലെന്നൊക്കെ പറഞ്ഞ് എത്ര കമന്റ് ആയിരുന്നു. അത് അവർ വെറുതെ വന്നിട്ട് പോകും, അവർ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല, അങ്ങനെ കുറെ പറഞ്ഞില്ല. ഇനി ഒന്നുമില്ല, ഇനി ഞാൻ സീരിയസ് ആണ്. ഇപ്രാവശ്യം ഞാൻ മോളിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു വലിയ ബുദ്ധിമുട്ട് കാണത്തില്ലെന്ന് ആരെങ്കിലും തപ്പാൻ. എന്നാലും നമുക്ക് നോക്കാം ആരെയും. സ്റ്റാർബക്സിന്റെ മെനു നിങ്ങൾക്ക് ഭൂരിഭാഗം കുടിക്കാനായിരിക്കും അല്ലേ, നല്ല ചിലവാകും. എന്തെങ്കിലും ആർക്ക് ചായ ഇഷ്ടമാണ് അവർക്ക് തന്നെ കൊടുക്കാം. ഈ ചാലഞ്ച് കഴിഞ്ഞിട്ട് അവൻ ഉറങ്ങാൻ പോകുന്നില്ല ഇന്ന് രാത്രി. ഹായ്, ഞാൻ ഫുഡിന്റെ വീഡിയോ ആയിട്ട് വന്നതാണ്. ഇപ്പോൾ വർക്ക് ചെയ്യുമായിരിക്കും അല്ലേ. എന്നാലും ഞാൻ വല്ല ആരെങ്കിലും ഫുഡിന്റെ അവിടെ ഉണ്ടെന്ന് പോയി തപ്പിട്ട് വരാം. മേളിൽ തപ്പിട്ട്. താങ്ക് യു. ഫുഡിന്റെ സ്ഥലത്ത് പോയിട്ട് തപ്പിട്ട് വരാം കേട്ടോ. ഞാൻ ഫുഡ് കോർട്ടിൽ എത്തി, പക്ഷേ ഇവിടെ എല്ലാവരും ആഹാരം കഴിക്കാൻ ബിസിയാണെന്ന്. ഒബിയസ് ആണ് ഇപ്പോൾ ഫുഡ് കോർട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് എങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം തപ്പാ നോക്കി കുറേ ആൾക്കാരുണ്ട് ഇവിടെ. എൻ്റെ ഇവിടെ ഒരു കോപ്പിക്ക് വരുമെന്ന് ചോദിക്കുക, അടി കിട്ടുമായിരിക്കും അല്ലേ. പക്ഷേ എല്ലാവരും ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കും. അതിന് ഇടയ്ക്ക് കൂടെ എങ്ങനെ ചോദിക്കാമല്ലോ, നിങ്ങൾ കുറച്ചുകൂടി ചായ കുടിക്കുമായിരുന്നുണ്ടാവും. ഇതിലൊരു ഫ്രഷ് ആൾ വേണം എനിക്ക്. ഞാൻ പൊക്കത്ത് താഴെ ഫുള്ളും കറങ്ങി വന്നറിയാം. ഇത് ആൾക്കാരെവിടെ, ഇതിനെക്കാട്ടും പെട്ടെന്ന് ഞാൻ റോഡിൽ നിന്ന് ആൾക്കാർ കണ്ടുപിടിക്കുമല്ലോ. ഇവിടെ ഇത്രയും പേര് നടന്നിട്ട് പോലും എനിക്ക് ആളെ കിട്ടുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ ചാലഞ്ച് ഏറ്റെടുക്കും കേട്ടോ. ഞാൻ വെറുതെ കുടിച്ചിട്ട് എനിക്ക് തന്നെ 5,000 കൊടുത്താൽ പോരായിരുന്നു. ഇപ്പോൾ ആളെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ സ്റ്റാർബക്സിൽ കുടിക്കാനുള്ള ഐറ്റം തന്നെ ഏകദേശം 30 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് 3 ബോഡി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് 30 ഓർഡർ ചെയ്യാം. കഴിക്കാനുള്ളത് ഉണ്ട്, പക്ഷേ കഴിക്കാനുള്ള എനിക്ക് തോന്നുന്നു അതിൻ്റെ ആവശ്യമില്ലെന്ന്. അപ്പം ആരെങ്കിലും തപ്പട്ടെ, എന്നിട്ട് ഈ ഫുൾ മെനു എനിക്ക് ഓർഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ 750 ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ അവർ ജിറാഫ് നോട്ട്ബുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഒരു 10,000 മേടിച്ച് കഴിഞ്ഞാൽ 10 നോട്ട്ബുക്ക് കിട്ടുമായിരിക്കും. അവരെ മേടിച്ചിട്ട് പോകണം കേട്ടോ. വന്നിട്ട് 2-3 മണിക്കൂർ ആരും കിട്ടുന്നില്ലല്ലോ. ഓ എനിക്ക് വയ്യ. അപ്പോൾ ഒറ്റയ്ക്കാണോ? 3 പേര്, പേരൻസ് ഒന്നും ഇല്ല. വൈബ മോനെ വൈബ. ഏതപ്പോൾ എനിക്ക് അവസാനം ഒരു പയ്യനെ കിട്ടിയിട്ടുണ്ട്. ഇവൻ MMA ചെയ്യുന്നുണ്ട്, ബോക്സിങ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇവൻ ഇവിടെ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും എനിക്കറിയത്തില്ല. എന്നാലും അവരെ കൺവിൻസ് ചെയ്തിട്ടുണ്ട്. അവരെ കൺവിൻസ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഡയറ്റ് അവൻ്റെ ഷോ ആക്കാൻ വേണ്ടി. സ്റ്റാർബക്സിൽ ഏകദേശം ഒരേ ഡ്രിങ്ക് 600 കാലറിയാണ് കേട്ടോ. എങ്ങനെയുണ്ട് 600 കാലറി? ഞാൻ ഒരു 2,500 കഴിക്കാറ്. 2,500 ദിവസം കഴിക്കാറ്. ഓൾറെഡി ആ വീട്ടിൽ ചപ്പാത്തിയും ചിക്കനും മസാല ദോശയൊക്കെ കഴിച്ചിട്ട് വന്നതാണ്. കുറച്ചുകൂടി കുഴപ്പമില്ല. നമുക്ക് ഡ്രിങ്ക് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. 30 ഡ്രിങ്ക് ഉണ്ട്. അപ്പം ഫുള്ള് കഴിച്ചാൽ 10,000, പകുതി കഴിച്ചാൽ 5,000, ഒന്നും കഴിച്ചില്ല 2,000 എനിക്ക് തരണം. 2,000 ഇപ്പം തന്നെ വെക്കുകയും വേണം കേട്ടോ. അപ്പോൾ 2,000 ക്യാഷാണ്. എനിക്ക് വൈകി 1,500. ആദ്യമായിട്ട് ഒരുത്തുന്ന ഞാൻ ഫുൾ 2,000 രൂപ മേടിക്കുന്ന. നീ പകുതി കഴിച്ചാൽ ഈ 2,000 തരും, ഞാൻ 5,000 തരും കേട്ടോ. പകുതി കഴിച്ചില്ലെങ്കിൽ ഈ 2,000 തരത്തില്ല. നോ ഹാർഡ് ഫീലിംഗ്സ്, വിശ്വാസം. നെവർ ഗിവ് അപ്പ്. സ്റ്റാർബക്സിൽ പോവാം, വാ നമുക്ക് ഓർഡർ ചെയ്ത് കളിക്കുക. കുറേയൊക്കെ ഓർഡർ ചെയ്യാനുണ്ട് ഇവിടെ. ഇതിപ്പോൾ ഏകദേശം 30 ഡ്രിങ്ക്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് 5-5 വെച്ച് ഓർഡർ ചെയ്യാം. എല്ലാത്തിനും സ്മോൾ ഓർഡർ ചെയ്യണം. നമുക്ക് മീഡിയം ലാർജും വേണ്ട. നമ്മൾ ഏറ്റവും കൂടുതൽ ഐറ്റം കവർ ചെയ്യാൻ നോക്കുന്നത്. എന്നിട്ട് ഫുഡ് വേണ്ട. തുടക്കത്തിൽ എന്ത് വേണ്ട? ഫ്രാപ്പച്ചിനോ ആ ഭാഗത്തോട്ട് പോകാണ്. റിഫ്രഷറൊക്കെ പൈസ കൂടുതലുള്ള ഏത് വേണം ചൂസ് ചെയ്യാം, അത് കുഴപ്പമില്ല. ഒരു ക്യാപ്പച്ചിനോ മതി. പിന്നെ അടുത്ത സൈസ് ഒന്ന് കാണിച്ച്. ഈ 3 സൈസ് കൊണ്ട് നമുക്ക് ഇത് മതി, അല്ലെങ്കിൽ എല്ലാം കുടിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്തുവാ ക്യാപ്പച്ചിനോ പറഞ്ഞു? ഇനി എന്താ വേണ്ട? കഴിക്കാനല്ല, കുടിക്കാനാ പറ്റും. കഴിക്കാനൊക്കെ മാവനക്കേടായിരിക്കും കഴിച്ചു തീർക്കും. എടാ എന്തായാലും എനിക്ക് ഫുൾ ഓർഡർ ചെയ്യണം. നിങ്ങൾ 5 ഓർഡർ ചെയ്യും. ഒരു കാരമൽ കാരമൽ, അത് തരും. മോച്ച കുക്കി കമ്പിൾ, സിഗ്നേച്ചർ ടീ, കോൾഡ് ബ്രൂ, റിഫ്രഷർ, സ്ട്രോബെറി. ഇനിയും മേടിക്കണ്ടേ? നീ 3 മേടിച്ചുള്ളൂ. ഇനി എത്ര എണ്ണം മേടിക്കണം? ഇനി ഒരു 2 കൂടി മേടിക്കും. പിന്നെ ഒന്ന് മേടിക്കും. മോച്ച എന്തെങ്കിലും എടുത്തു. മോച്ചയാ? മോച്ച ഫ്രാപ്പച്ചിനൊക്കെ അത് നോക്കാല്ലേ. ഫ്രാപ്പച്ചിനോ മോച്ച പറഞ്ഞോടി വേണം. ഡബിൾ ചോക്ലേറ്റ് ചിപ്പ്. അത് മേടിച്ചു. ഒരു ഡബിൾ ചോക്ലേറ്റ് ചിപ്പ് തന്നെ 5,000 അവിടെ കൊണ്ടുവന്നോളാം. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ചെറുതാണ് ഉദ്ദേശിച്ചത്. ചെറുത് തന്നെ വലുതായിട്ടിരിക്കുന്നു. ഭയങ്കര വലുതായി. നീ കുടിച്ചു തീർക്കും. ഏതാ എടുക്കുന്നു? ഞാൻ വൈറ്റ് പൊക്കുകയാണ്. നീ എത്ര പെട്ടെന്ന് കുടിച്ചു തീർക്കുന്നു അത്ര പെട്ടെന്ന് നമുക്ക് ബാക്കി 10 കൂടി ഓർഡർ ചെയ്യാം. കൊള്ളാം. ഇവനെന്തൊക്കെ പറഞ്ഞ ഏത് ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്താലും ഫുൾ 100% കൊടുക്കും. അത്രേ ഉള്ളൂ. അതത്രേ ഉള്ളൂ. തലവേദന എടുക്കുന്നത് അതിന് പതുക്കെ ചെയ്യും. അങ്ങനെ 6 വേണമെങ്കിൽ 1 മണിക്കൂർ സമയമുണ്ട് കേട്ടോ. അപ്പോൾ 6-9 ആയിട്ടുള്ളൂ. 7-9 ടൈം ഉണ്ട് കേട്ടോ. 1 മണിക്കൂർ 15 ഡ്രിങ്ക് അല്ലെങ്കിൽ 30 ഡ്രിങ്ക് നിന്റെ ഇഷ്ടം. മസാല ദോശയുടെ പൊക്കത്തേക്കൊക്കെ പോകുന്നു. ടേസ്റ്റ് ഉള്ളതാണ്.
ടേസ്റ്റ് അടിപൊളി. ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, എനിക്ക് വിശക്കുന്നു. തീരാറായ ഫസ്റ്റ് ഡ്രിങ്ക് ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ. നീ ഏതാ എടുക്കുന്നത്? ഇത് ആദ്യം തണുത്തെടുക്കാം, എന്നിട്ട് നിനക്ക് തൊട്ട് ഏത് ഇഷ്ടമുണ്ട് അത് എടുക്കുക. നീ കുറേ സ്ട്രോങ് ഉണ്ട്, നീ ഇട്ടിട്ട് പിടി. ഇത് എവിടം വരെ പോകുമെന്നറിയാൻ എനിക്ക് നല്ല. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ? കൊള്ളാവോ? കൊള്ളാവോ? നല്ല നൈസ് ഫുഡാണ്. അപ്പം നീ കഴിച്ചു തീർത്താൽ മതി. എനിക്ക് പിസയുടെ സ്മെല്ല് വരുന്നു. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, എനിക്ക് വയ്യ. കുറച്ച് കഴിച്ചോ. ഇതുവരെയായിട്ട് ആരെങ്കിലും ചലഞ്ച് തീർത്തിട്ടുണ്ടോ? ഒരാൾ KFC പകുതി കുടിച്ചിട്ടുണ്ട്, പകുതി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് 5000 കൊടുക്കുക. നീ ഫുള്ളും കഴിച്ചാൽ നീ ഫസ്റ്റ് ആയിരിക്കും ചാനലിനകത്ത് 10000 ജയിച്ചത്. കഴിക്കാനാണ് ഇതിനെ പറ്റും, കുടിക്കാനാണ് ഏറ്റവും പാട്. കഴിക്കുന്നവർ പറയും കുടിക്കാനാണ് ഈസിയാണ്, കുടിക്കുന്നവർ പറയും കഴിക്കാനാണ് ഈസിയാണ്. കുറേ ടൈം ഉണ്ട് കേട്ടോ, ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ. അതൊക്കെ കുടിച്ചോ, വേണമെങ്കിൽ അടുത്ത പ്രാവശ്യം പിന്നെ ഓർഡർ ചെയ്ത് വെക്കാൻ വേണം. ഭയങ്കര പാടാണ്ടോ, ഇത് അടിപൊട്ടൊന്നുമല്ല. ബ്രെയിൻസ് അടുപ്പിക്കാൻ കഴിയും. ചൂടുവെള്ളം കഴിച്ചേക്കണേ വേണമെങ്കിൽ. വേണോ, എല്ലാം കൂടെ മിക്സ് ആക്കണ്ട. മിക്സ് ആക്കണ്ട. ഏസിയും പിന്നെ ഇതും തണുപ്പ്, ഭയങ്കര തണുപ്പ്. മെന്റലി ഡൗൺ ആയി പോയി. ഇനി കളികൾ വേറെ ഫുള്ള് കുടി ചേർക്കും അല്ലേ? രണ്ടാമത് തീർന്നിട്ടുണ്ട്. നീ ഇഷ്ടമുള്ള കുടിക്കാം, ചൂടോട് കുടിക്കാം. തണുക്കണേ വിറക്കില്ല. നീ പതുക്കെ കുടി, സമയമുണ്ട്. അങ്ങനെ പല്ല അത് കുടിച്ചിട്ട് കൊള്ളാം. ചൂട് കുടിച്ചിട്ട് സന്തോഷമാണ്. നീ പറയണേ 2 കൂടി ഓർഡർ ചെയ്യാം ചൂടുള്ളത് കേട്ടോ. വെച്ചേക്കെ അവിടെ തണുക്കട്ടെ. ഓക്കെ, ചൂട് 2 സാധനം മേടിച്ചോണ്ട് വരാൻ ഇവിടെ ഇരുന്ന് തണുക്കട്ടെ. അതുവരെ ഇവൻ ബാക്കിയുള്ളത് കുടിച്ച് കയറും. അവിടെ ടീ ഉണ്ട്, അത് നമുക്ക് മേടിക്കാൻ വേണമെങ്കിൽ. ഒരു മസാല ചായ, ഒരു ഗ്രീൻ ടീ. ടെൻഷൻ അടിക്കണേ, ഞാൻ ജസ്റ്റ് മസാല ചായയും ഗ്രീൻ ടീ മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. നീ കുടിച്ചാ? ദൈവമേ, 3 എണ്ണം. നീ 2 എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സമയമുണ്ട്, സമയമായിട്ട് ചെയ്ത് തീർക്കുക. ഇവര് നോക്കിയിട്ട് എനിക്ക് ടെൻഷൻ അടിക്കുകയാണ്. കുറച്ച് കിടന്ന് വിറക്ക് വരുന്നു. ഇപ്പം കാം ഡൗൺ ആയത് പെട്ടെന്ന് കഴിച്ചിട്ട് പയ്യെ കഴിച്ചാൽ മതി. പാടാണോ? എന്ത് തോന്നുന്നു നിനക്ക്? എത്ര കുടിക്കാൻ പറ്റുന്നത്? എനിക്ക് ഇതിപ്പോ വയറ് നിറഞ്ഞ് ഇരിക്കുകയാണ്, കുറച്ച് നിറഞ്ഞ്. ഏതെങ്കിലും വീഡിയോ ഞാൻ സ്വന്തമായിട്ട് ട്രൈ ചെയ്യാം. ഇപ്പം ഇല്ല, ഇപ്പം ഞാൻ ഡയറ്റില്ല. ഇതിന് ഡയറ്റിലായിരുന്നു. പക്ഷേ എന്നെക്കാട്ടി കൂടുതൽ കുടിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പൈസ തരും. ഇത് കുടിക്കൂല, ഉറപ്പായിട്ടും. നീ അടുത്തെത്തി മാച്ച, അത് മസാല ചായ. ഞാനിതുവരെ കുടിച്ചിട്ടില്ല, നീ കുടിക്കും. നിൽക്കാൻ മതി, ഗ്രീൻ കളർ, അത് നല്ല നൈസായിരിക്കും. ഓ എനിക്ക് വയ്യ, 4 എണ്ണം. നീ എന്ത് പർച്ചേസ് ചെയ്യാൻ വന്ന ഇവിടെ? ചെന്നൈയില് തുണി എടുക്കാനാണ്. ഇവിടെ നീ പകുതി തീർത്ത് കഴിഞ്ഞാൽ 5000 രൂപയും തുണി ഷോപ്പിംഗ് ഒക്കെ ഇടുമായിരിക്കും. ഫുള്ള് തീർത്താൽ പിന്നെ പറയണ്ട മോനെ, 10 രൂപ. ഇതെന്ത് ടേസ്റ്റാണത്? ഗ്രീൻ ടീ. ഇതാരും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതിപ്പോ ചൂടാണ് മേടിച്ച ചായ. ഇത് വേണ്ട, പറ്റുള്ളത്. ഇതവനെ കൊണ്ട് കുടിക്കാൻ പറ്റുന്നില്ല, പച്ച ഗ്രീൻ ടീ. ഇതെങ്ങനെയാണ് ആൾക്കാർ കുടിക്കണത്? കണ്ടിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടാ തോന്നുന്നത്. നീ കുടിച്ചു കഴിഞ്ഞാൽ അതാണ് കാണുമ്പോ ലുക്കായിട്ടൊക്കെ തോന്നുന്നു. ഇത് മസാല, ഇത് മസാല ചായ. ഈ സാധനം എങ്ങനെ കുടിച്ചു നോക്കുക? അത് അവസാനത്തെ വെച്ചിട്ട് നോർമൽ ടെമ്പറേച്ചർ ആയിക്കൊള്ളുന്നത്. അത് തണുത്തായാണ് അവന് മെനക്കേട്. ആ 4 കൊടുക്കാതെ സ്പീഡിൽ കഴിച്ചായിരുന്നു. ഇതിപ്പോൾ കുറച്ച് സ്ലോ ആയി വന്നിട്ടുണ്ട്. മുമ്പിലോട്ടുള്ള ഡിസിഷനൊക്കെ നോക്കി കണ്ട് ചെയ്യേണ്ടി വരും അവിടെ പോയിട്ട്. ഇത് നടക്കണമായിരുന്നു. നടക്കാല്ലേ? നടന്ന് കുറച്ച് വൈറ്റ് സ്പേസ് ഒക്കെ ആണ്. ഇത്രയും ടാസ്കാന്ന് വിചാരിച്ചില്ല. ഛർദിക്കാൻ പറ്റും. നീ ടൈം കുറവാണ്, 6:37. എത്ര രൂപ കഴിച്ചു? അവർ 2000 കഴിഞ്ഞാൽ നോക്കുക. എനിക്ക് വയ്യ. 5 എണ്ണം ആയിട്ടുണ്ട്. തണുത്താണ് ഒട്ടും പറ്റണില്ല, ഭയങ്കര തണുപ്പുള്ളതാണ്. ഇനി നമ്മൾ എങ്ങനെയും ചലഞ്ച് ജയിക്കാനുള്ള പരിപാടി നോക്കും. ഫുഡ് ഐറ്റം വേണേ ഫുഡ് ഐറ്റം ഓർഡർ ചെയ്യും. അങ്ങനെയല്ല, പൈസ കൂടിയത് ക്വാണ്ടിറ്റി കുറഞ്ഞു. എത്ര ബുദ്ധി ഉപയോഗിച്ചാലും എനിക്ക് 10 എണ്ണം ഇനിയും കഴിക്കണം. അത് നീ അവസാനം കഴിച്ചാൽ വേടാ. എന്താ വേണ്ട? ചെറുത് വല്ലതും തപ്പി. വെള്ളമായിട്ടുള്ള ഐറ്റം ഉണ്ടാ? വെറും വെള്ളമായിട്ട്. മാംഗോ, ഡ്രാഗൺ ഫ്രൂട്ട്, സ്ട്രോബെറി. അത് ഭയങ്കര തിക്കാണ്. അത് മതി. ഈ റാപ്പ് എടുത്തോ? റാപ്പ് ഒരെണ്ണം എടുത്ത് പിന്നെ ഈ കുക്കി എടുത്തു. കഴിക്കാൻ പറ്റുമോ? കുക്കി എടുത്തു. ഇനി നമുക്ക് ഫുഡിലോട്ടും കൂടി മാറേണ്ടി വരാൻ ഒറ്റയ്ക്ക് ഇനി കുടിച്ചു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കോൺഫിഡന്റ് കാണിക്കുന്ന മാത്രമേ ഉള്ളൂ, പക്ഷേ വയററിഞ്ഞ്. അടുത്ത കോഴ്സ് എത്തിയിരിക്കുകയാണ്. ഒരു വലിയ കുക്കിയും ആഹാരം ചെറുതായിട്ടെ. ബുദ്ധി വെറും കളിച്ചാണ്. നൈസാണോ അത്? ഫിഷാന്ന് പറയും, ടൂണയാണ്. കൊള്ളാം, കുഴപ്പമില്ല. ഇതിപ്പോൾ എത്രാമത്തെ ഐറ്റം? 1 2 3 4 5 6ാമത്തെ ഐറ്റം. 6 7 8 9. ഇവിടെയുള്ള ഫുള്ളും കഴിച്ചാൽ 9 എണ്ണം. പകുതി കിട്ടൂലേ? കിട്ടിയ പൈസയൊക്കെ എനിക്ക് കിട്ടി. പക്ഷെ അങ്ങനെ വിടൂല. 6ാമത്തെ തീർന്നില്ല, എനിക്ക് വയ്യ.
കുക്കിയിൽ കിടക്കാം. ഓ കുക്കിയുടെ എക്സ്പ്രഷൻ നല്ലതല്ലെന്ന് തോന്നുന്നു. വിചാരിച്ചു പറയാല്ലേ. മറ്റേ ബട്ടറാ, ബട്ടറാ, അടിയിൽ ഗീയ. ഓ ഗീയ, ഗീൻ്റെ ടേസ്റ്റ് ഉണ്ട്. ബട്ടറിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട്. ഇനി ഒരു പീസും കൂടി, കമോൺ, ഒരു പീസും കൂടി, അവസാനത്തെ പീസ്. കമോൺ, കുക്കി തീർന്ന്. എൻ്റെ കുക്കിയും തീർന്നു. കൊള്ളാം. ഇനി മോനെ 2 ഡ്രിങ്ക് അതിനൊക്കെ ഉള്ളത്. ഒന്ന് ഇത് അവസാനത്തേക്ക് വെച്ചു, നമ്മൾ അവിടെ കണക്കത്തില്ല. ഫൈറ്റിങ്ങിന് പോകണം നമ്മൾ. 3-4 റൗണ്ടില്ല, ലോങ് കളിക്കുക. അതുകൊണ്ടാണ് പോണത്, അല്ലേ പോകൂല. ലോങ് ഡീപ് പോർഷനിലാണ് സംസാരം. മൂങ്ങിക്കൊണ്ടിരിക്കുക ഇപ്പൊ. മറ്റേ സോപ്പ് വെള്ളത്തിൻ്റെ ടേസ്റ്റ്, സോപ്പ് വെള്ളത്തിൻ്റെ ഇത്രയും കുടിച്ചതിരിക്കാൻ ഒന്നും ഇഷ്ടപ്പെടത്തില്ല. വേറെ പതുക്കെ പതുക്കെയാണല്ലോ അവൻ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ അടിക്കും. നീ ഇത് ഫുൾ 15 ചേർത്ത് ഏറ്റവും കൂടുതൽ നീ കഴിച്ചിട്ടുള്ള. ആണോ? അത് മതി, കഴിച്ചു തീർക്കണം. പക്ഷെ നീ ഇപ്പോഴും എത്തിയിട്ടില്ല. നീ ഇപ്പോൾ എത്ര? 1 2 3 4 5 6 7 എണ്ണമായി. 7 8. ഇത് കുടിക്കുമ്പോൾ 8 പിന്നെ ഇത് 9. ഇനി 6 ഉണ്ട്. ഒന്നുമില്ല. തീർന്നു. കുറച്ചുള്ളതുകൊണ്ട് അതുകൊണ്ട് കുടിച്ചേ. മതി തീർന്നു. ഇനി ചെറുത് മേടിക്കട്ടെ. അത് ഈ ഹസലിൻ്റെ ട്രയാങ്കിളൊക്കെ പറഞ്ഞ ചെറിയ പീസ്. അത് ഇത് കണ്ട ചേട്ടൻ പറയാം ഹെവി ആണെന്ന് ഹസലിൻ്റെ ട്രയാങ്കിൾ. പക്ഷെ കണ്ടിട്ട് ചെറിയ സൈസ് അല്ലേ? ചീസാണോ? കാലറി ഒന്നും കുഴപ്പമില്ല. അതൊന്നും ഇവനൊക്കെ ബേൺ ചെയ്തോളൂ. ഇവന് ഓൾറെഡി 2000-3000 കാലറി എത്തി. നീ എന്ത് കാലറി നോക്കാനോ? സാൻഡ്വിച്ച് പറ്റത്തില്ല എന്നെ കൊണ്ട്. കേസിലോട്ട് വന്നു. ഇത് തന്നെയാണ് ഇത്തിരി പൈസ കൊടുത്തില്ല. ഇത് മേടിക്കാം. നല്ല വില കൂടിയാണ് എല്ലാം ബുക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചോക്ലേറ്റ് ട്രഫിൾ പേസ്ട്രി 350 രൂപ. ഒരു ഫുൾ കേക്ക് കിട്ടേണ്ട പൈസയാണ് 350 രൂപ. ഇപ്പം എത്ര ബില്ല് കട്ടായിട്ടൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അവന് ഓരോ വില കൂടി നോക്കി ഓർഡർ ചെയ്യുവാണ്. 380 രൂപയുടെ ഒരു കേക്ക്. അതെനിക്ക് കഴിക്കണമെന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ കഴിക്കാറുണ്ട്. ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അവന് പേസ്ട്രി വേണ്ടെന്ന്. അവന് വേറെ ചെറിയൊരു സംഭവമാണ് ഇവിടുത്തെ. അത് ഈ പഫ് കഴിക്കാൻ വേണ്ടി. അടുത്ത 2 ഡിഷ് വന്നു. പെട്ടെന്ന് തീർക്കാം. 15 അടുത്ത് എത്തിക്കൊണ്ടിരിക്കുക. സമയം കുറവാണെന്നേ ഉള്ളൂ. ഇത് ഭയങ്കര കട്ടിയാണ്. അമ്മയായിരിക്കും പെട്ടെന്ന് തീർക്കാം. വലിയ വണ്ണമില്ല. അവൻ എത്ര എങ്ങോട്ട് ഈ ഫുഡൊക്കെ പോകുന്ന അറിയത്തില്ല. എൻ്റെ ചലഞ്ചിനകത്ത് ഏറ്റവും വില കൂടിയ ആഹാരം കഴിച്ചിട്ടുള്ളത്. അവൻ ഓരോ ഐറ്റം മേടിക്കുന്നവരും ബില്ലിങ് ടങ് അടിച്ചോണ്ടിരിക്കുക. എൻ്റെ വിലക്കകത്ത് ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തുവാ കിറ്റ്കാറ്റിൻ്റെ ടേസ്റ്റ്. തീരാറായി. ഒരു സ്കൂപ്പും കൂടി. ഇത് കുറേ ഐറ്റം കഴിച്ചു. നീ എന്ത് ടേബിൾ നിറയുന്ന സൈഡിൽ. ഫൈറ്റർ സ്പിരിറ്റ്. പത്താമത്തെ പപ്സിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. 11 ഐറ്റം കഴിച്ചു. ഇവിടെ 30 ഐറ്റത്തിൽ നിന്ന് 4 കൂടി കഴിച്ചാൽ നീ 5000 കൊണ്ടുപോകല്ലേ. പപ്സ് തീർന്നു. ടൈമും തീരാറായി. പെട്ടെന്ന് ആട്ടെ. ഇനി ഒരു 4 ഐറ്റം കൂടി ഓർഡർ ചെയ്യും പെട്ടെന്ന്. ഒരു റാപ്പും കൂടി ബാക്കിയാണ്. അതുകൊണ്ട് മേടിച്ചേക്കാം. ഇത് മേടിച്ചേക്കാം. ഇത് മേടിച്ചിട്ടില്ല. നേരത്തെ മേടിച്ച വേറെ ഏതായിരുന്നു. ഒരു 3 ഐറ്റം കൂടി വേണം. വെള്ളം കിട്ടുമെന്ന് ചോദിക്കും. ഇത് 2 പിന്നെ 2 ഇതാ. നീ 2 കൂടിയുണ്ട്. നിന്റെ മേടിക്കുന്നത് അത് മതിയോ? ഇതെന്തുവാ? എനിക്ക് വെറുതെ ഇത് കഴിക്കാനുള്ളതല്ലേ. ടെഡി ബെയറായിരുന്നു. ഒരെണ്ണം കൂടി പെട്ടെന്ന്. സമയമില്ല. കൊസാൻ എടുക്ക്. അവൻ ഇതും കൂടി കൂട്ടി എല്ലാം 15 മിനിറ്റ് നീ കഴിച്ചാൽ മാത്രം മതി. ഉള്ളത് ഫുള്ളും കയ്യിലിടും. എന്തും നോക്കട്ടെ. ഒടുക്കത്തെ മുഖത്ത് ഫ്രഷ് ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഫ്രഷ് ആവില്ല. നല്ല മിനിറ്റ് ആയിരിക്കുമല്ലേ. കുറച്ചിനകത്ത് ബാക്കിയുണ്ട്. പക്ഷേ കൂടുതൽ മിനിറ്റ് കഴിക്കുന്നത് നല്ല യാത്ര. അതുകൊണ്ട് ഞാൻ കൊടുക്കാതെ. അങ്ങനെ ഫൈനലി അവസാനത്തായിട്ട് ഈ 3 ഐറ്റം തീർക്കുക. ചാലഞ്ച് തീർന്ന് 5000 വീട്ടിൽ. കുറേ കൂടി ഉണ്ടായിരുന്നു. സോറി. അതിനെ എടുക്കാൻ പോണോ ഫസ്റ്റ്? കൂടി ഏകദേശം പകുതിയല്ല, കാല് കുടിച്ചിട്ടുണ്ട്. നീനും കുടിച്ചോ. ഇത് ഏറ്റവും മെയിൻ. ബാക്കിയെല്ലാം നിന്നെ കൊണ്ട് ആയിക്കോളും. ഒരു സിപ്പും കൂടി പതുക്കെ കുടി. ഇന്ത്യ കഴിച്ചിട്ട് തണുപ്പല്ലേ? അടുക്കത്ത് തണുപ്പ് ഒട്ടും പറ്റാണല്ലോ. പക്ഷേ ഇത്രയും കുടിച്ചല്ലേ. ഒന്നും അത്ര ആയില്ല. അത് മതി. പിന്നെ എങ്ങനെ കഴിക്കുന്നില്ല? ഇത്രയും ഗ്ലാസ് ഇത്രയും പാത്രം ഇട്ടിരിക്കുന്നു. റോക്കിയുടെ മൂവിയാണ് ഡെയിലി കാണുന്നത് ലൂപ്പിലിട്ട്. ഇവൻ എത്ര കഴിച്ചിട്ടുണ്ടെന്ന് വല്ല ഐഡിയ ഉണ്ടാ? ഇത് തന്നെ ഓരോ സാധനം ഏകദേശം 600 കാലറി ഉണ്ട്. അപ്പോൾ ഇത് 6000 കാലറിക്ക് എത്തി തോന്നുന്നു കേട്ടോ. അവസാനത്തെ കഴിച്ചു. നീ 2 കൂടി. നീ ഏതാ? കൊസാണ്ട് വേണം അല്ലെങ്കിൽ ആ ഹസലിന്? 2 ഐറ്റം കൂടി ഉണ്ട്. ബില്ല് എത്രയാണെന്ന് നമുക്കിനി കണ്ടറിയാം. 4 മിനിറ്റ്. ഇനി കൊസാണ്ട് അവൻ അങ്ങനെ തീർത്തു. ഒരു ബൈറ്റും കൂടി. അവൻ ബോക്സറിന്റെ സ്പിരിറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത്ര ആദ്യമായിട്ടാണ് ഇത്ര ഹെവി ആയിട്ട് കഴിക്കുന്നത്. ബോക്സിങ് ഈസി. ഓ കൊസാണ്ട് തീർന്നാ കൊള്ളാല്ല. ഇനി ഫൈനൽ ഡിഷ്. എല്ലാം തീർന്നു. അങ്ങനെ
ടൈമിന് 3 മിനിറ്റ് കൂടി കേട്ടോ. ഈ ഒരേ ഒരു ഡിഷ് മാത്രമേ റിപ്പീറ്റ് ചെയ്തുള്ളൂ, ബാക്കിയൊന്നും ഇനി അവന് കഴിക്കാൻ പറ്റുന്നില്ല. കൊസാൾട്ട് കള്ളാക്കി കൊടുക്കിയിരിക്കണോ? എന്തായാലും നീ തിന്നുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 2 മിനിറ്റ് തീർത്ത് തന്നാൽ മതി. 1 മിനിറ്റേ ഉള്ളൂ, ഫുള്ള് വായിലോട്ട് വെച്ചേക്ക്. വെച്ചേക്ക്. എത്ര ബില്ലെന്ന് കൂടി നമുക്കൊന്ന് അറിയിച്ചേക്കാം. അപ്പം നിന്റെ ഞാൻ ബില്ല് എത്രയാണെന്ന് നോക്കട്ടെ. 5K + 2K അല്ലേ? കഴിച്ചപ്പം അവനിപ്പോൾ എൻ്റെ കയ്യിൽ മേടിച്ചിരിക്കുന്നത്, അവൻ്റെ കയ്യിൽ 2000 മേടിച്ചു. അതിൻ്റെ പോക്കറ്റ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ പുറകെ പോക്കറ്റുണ്ട്. ഇതിൻ്റെ 2000 ഗൂഗിൾ പേ മതിയല്ലേ? അല്ലെങ്കിൽ 2000 മതി. കഴിച്ചത് മതി, എനിക്ക് വേണ്ട. എന്ത് കഴിച്ചത് മതി? രണ്ടാമത്തവനാണ് ഈ 5000 ജയിക്കുന്നത്. സന്തോഷം മാത്രമേ ഉള്ളൂ എനിക്ക്. നീ ഫോൺ നമ്പർ പറ. 6238. ആ വേണ്ട വേണ്ടെന്ന് പറയുന്നുണ്ട്. നല്ല 5000 അയച്ചിട്ടുണ്ട്. വേണ്ട ഓട്ടെ, ഷാഡോ ബോക്സിനൊക്കെ ചെയ്യും. നാളെ ഇനി വെയിറ്റ് കുറച്ചാൽ മതി. ഇതാണ് 5000ൻ്റെ ബില്ല് കേട്ടോ.